മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശിവശങ്കര മേനോൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 17 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എമർജൻസി ലീവ് എടുത്ത് പോന്നതാണ്. ആദ്യം ഒരാഴ്ചത്തെ ലീവ്, പിന്നീട് അത് നീട്ടിയെടുത്തു. ഒരു മാസം വരെ നാട്ടിൽ നിൽക്കാം, അതിനുശേഷമെങ്കിലും തിരിച്ചു പോയേ പറ്റൂ. പോകുന്നതിന് മുൻപ് കുറഞ്ഞപക്ഷം ഹരിശങ്കറിനെ ജാമ്യത്തിൽ ഇറക്കുകയെങ്കിലും വേണം. ഇക്കഴിഞ്ഞ 17 ദിവസവും അതിനുവേണ്ടി ഓടി അലഞ്ഞിട്ടും ലക്ഷക്കണക്കിന് രൂപ വാരി വിതറിയിട്ടും അതെല്ലാം നിഷ്ഫലമായി. എന്നാൽ കൂട്ടുപ്രതിയായ രോഹിത് പ്രത്യേകിച്ച് ഒരു പ്രയത്നവും കൂടാതെ ജാമ്യം വാങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കി എന്നതിൽ കവിഞ്ഞ് ബാലചന്ദ്ര മേനോന് ഒരു ചെലവും ഉണ്ടായിട്ടില്ല. ബാലചന്ദ്ര മേനോൻ തന്റെ മാനസപുത്രിയായി സ്വീകരിച്ചിരിക്കുന്ന അലീനയാണ് ഇങ്ങനെ ഒരു അട്ടിമറിക്ക് പിന്നിലെ ക്രിയാത്മക ശക്തിയെന്നും ശിവശങ്കറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി അലീന പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പലവട്ടം പോവുകയും പെൺകുട്ടിയെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിക്കുകയും ചെയ്തുവെന്നാണ് ശിവശങ്കര മേനോന്റെ അറിവ്. അതിന്റെ മെച്ചം രോഹിത്തിന് കിട്ടുകയും ചെയ്തു. ഹരിയെക്കുടി കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ എങ്ങനെയും അലീനയുടെ സ്വാധീനം ഉപയോഗിക്കണം. പക്ഷേ ബാലചന്ദ്ര മേനോനോട് ഇക്കാര്യം സംസാരിക്കുവാൻ ശിവശങ്കര മേനോന് കഴിയില്ല. കാരണം അവർ തമ്മിൽ ഇപ്പോൾ വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ എങ്ങനെയും മാനേജ് ചെയ്തേ പറ്റൂ. എങ്ങനെ മുൻപോട്ട് നീങ്ങണം എന്നറിയാതെ തല പുകഞ്ഞിരിക്കുന്ന ശിവശങ്കര മേനോന്റെ അരികിലേക്ക് കമല വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ആ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അലീനയ്ക്കാണ് ഇപ്പോൾ അടുത്തൊരു ബന്ധമുള്ളത്. ആ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവൾ രോഹിത്തിന് ജാമ്യം വാങ്ങിക്കൊടുക്കുകയും ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വഴിയിൽ കൂടി നീങ്ങുന്നത് തന്നെയാണ് നമ്മുടെ മുൻപിലുമുള്ള മാർഗം. പക്ഷേ അതിന് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ചിന്തിച്ചിട്ട് അതിനൊരു വഴിയുണ്ട്. മനുവിനെ കൊണ്ട് അലീനയോട് സംസാരിപ്പിക്കുക. അലീനയ്ക്ക് ആ പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ അലീന പറഞ്ഞാൽ അവൾ കേൾക്കും. പക്ഷേ അലീനയോട് ആര് സംസാരിക്കും എന്നുള്ളതിൻ്റെ മുൻപിൽ ഇനി ഒറ്റ പോംവഴിയുള്ളത് മനു മാത്രമാണ്. മനു പറഞ്ഞാൽ തീർച്ചയായിട്ടും അലീന അത് കേൾക്കാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ രോഹിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഹരിയുടെ കാര്യത്തിലും സംഭവിക്കും. കമലയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല, നീ പറയുന്ന ഈ കാര്യം അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനു അലീനയോട് അങ്ങനെ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടോ? സംസാരിപ്പിക്കണം. അവൻ സംസാരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ശിവേട്ടൻ എത്രയും പെട്ടെന്ന് മനുവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്ത്. എന്നിട്ട് മനുവിനോട് ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവൻ ശിവേട്ടൻ പറയുന്നത് അനുസരിക്കും. കമലയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ശിവശങ്കരനും ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കാരണം അലീനയും മനുവും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മനുവിന് മാത്രമാണ്. ഉടൻ തന്നെ ശിവശങ്കര മേനോൻ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെടണം. ഇപ്പോൾ സംസാരിക്കാൻ മാത്രമുള്ള എമർജൻസി എന്താണ്? പ്രത്യേകിച്ച് ഹരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇതൊക്കെ ആവർത്തിച്ചു മനു ചോദിക്കുമ്പോഴും ശിവശങ്കരൻ പറഞ്ഞുകൊണ്ടേയിരുന്നത് അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം, നീ ഉടൻ തന്നെ പുറപ്പെടാൻ ശ്രമിക്കുക എന്ന് മാത്രമായിരുന്നു. എന്തായാലും ശിവശങ്കര മേനോന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉടൻ തന്നെ മനുശങ്കർ തന്റെ വീട്ടിലേക്ക് മടങ്ങി. മനു എത്തിയപ്പോൾ തന്നെ ശിവശങ്കര മേനോനും കമലയും കൂടി കാര്യങ്ങളെല്ലാം മനുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ബാലചന്ദ്ര മേനോനും അലീനയും മനസ്സുവെച്ചാൽ ഹരിയെ രക്ഷിച്ചെടുക്കാം. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അലീന കൂടെ പോകാറുണ്ട്. ആ വീട്ടുകാരുമായി അവൾക്ക് നല്ല അടുപ്പമുണ്ട്. അങ്ങനെയാണ് അവൾ രോഹിത്തിനെ രക്ഷിച്ചത്. ഹരിക്ക് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യുവാൻ അവളോട് പറ. വെറുതെ വേണ്ട, ആ പെൺകുട്ടിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം. മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന അലീനയ്ക്കും കൊടുക്കാം 4-5 ലക്ഷം. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനുശങ്കർ ചോദിക്കുകയാണ്, അച്ഛാ, ഞാനിത് എങ്ങനെ അവരോട് സംസാരിക്കും? മോശമല്ലേ? മോശമാണ്, അല്ലെന്നാര് പറഞ്ഞു? പക്ഷേ നീ മനസ്സിലാക്കണം, ഇത് ആർക്കു വേണ്ടിയാണ്? ഈ കുടുംബത്തിന് വേണ്ടി, നിന്റെ സ്വന്തം അനുജന് വേണ്ടി. എടാ, നീ അലീനയെ കണ്ടു പഠിക്ക്. രോഹിത് അവളുടെ ആരാ? ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ ശരിക്കും 2ആണ്. രോഹിത് ആണെങ്കിൽ ഇത്രയും കാലം അവളോട് ദേഷ്യം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ടും കുടുംബത്തിനൊരു ആപത്ത് വന്നപ്പോൾ അവൾ ചെയ്തത് എന്താണെന്ന് നീ കണ്ടോ? പിന്നെ നിനക്കെന്താണ് അങ്ങനെയൊന്ന് ചെയ്താൽ? ശിവശങ്കര മേനോന്റെ ഈ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്തതിന് മുൻപിൽ മനുശങ്കർ ധർമ്മസങ്കടത്തിലായി. നിന്റെ കൂടപ്പുറപ്പാണ് മോനെ ജയിലിൽ കിടക്കുന്നത്. അച്ഛനും അമ്മയും ഒന്നും വേറെയല്ല. ആരും രക്ഷിക്കാനില്ലെങ്കിൽ ജയിലിൽ കിടന്നവന്റെ ഭാവി നശിച്ചു പോകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ. കഴിഞ്ഞ 17 ദിവസമായി ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാ. എനിക്ക് തിരിച്ചു പോകണ്ടേ? അവനെ ജയിലിലിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? നിന്നെപ്പോലെ തന്നെയല്ലേ എനിക്ക് അവനും. അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എങ്ങനെ പറയൂ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? എന്റെ തൊലി ഉരിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ. മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കാര്യം കാണണമെങ്കിൽ കഴുതക്കാലും പിടിക്കണം. ഇവിടെ ജയന്തിയുടെ പ്രശ്നം വന്നപ്പോഴെല്ലാം നീ അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, അവർക്കൊപ്പമായിരുന്നു. ബാലചന്ദ്ര മേനോന്റെയും അലീനയുടെയും പക്ഷത്ത് തന്നെയാണ് നീ നിന്നത്. അത് അവർക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നിരിക്കുന്നു. ഇവിടെ അവർ നിന്റെ പക്ഷത്ത് നിൽക്കണ്ടേ? നീ ഒന്ന് സംസാരിച്ചു നോക്ക്. മനുശങ്കർ അച്ഛന്റെ വാക്കുകളുടെ മുൻപിൽ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. മനുശങ്കർ അലീനയെ ഫോണിൽ വിളിച്ചിട്ട് തന്നെ കുറേ ദിവസങ്ങളായിരിക്കുന്നു.
കടപ്പാട്ടൂരെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ ആരും അത് എടുക്കാറില്ല. ഒരു ദിവസം മേനോൻ അങ്കിളിനെ മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ലാൻഡ് ഫോണിന്റെ കണക്ഷൻ ഊരിയിട്ടിരിക്കുകയാണ്. ആരെങ്കിലും വിളിക്കേണ്ടി വന്നാൽ മാത്രമേ അത് കണക്ട് ചെയ്യാറുള്ളൂ. ആവശ്യം കഴിയുമ്പോൾ ഡിസ്കണക്ട് ചെയ്യും. ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ശിവശങ്കര മേനോൻ വീണ്ടും മനുവിനോട് പറയുകയാണ്, മോനെ നീ ഇന്ന് തന്നെ അവിടേക്കൊന്ന് പോടാ. മനുശങ്കർ റൂമിലേക്ക് വന്നതിന് ശേഷം കടപ്പാട്ടൂരിലേക്ക് ഫോൺ ചെയ്തു. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് അവൻ ബാലചന്ദ്ര മേനോന്റെ മൊബൈലിലേക്ക് വിളിച്ചു. ബാലചന്ദ്ര മേനോൻ ഫോൺ എടുത്ത് ഹലോ പറയുമ്പോൾ, അങ്കിളെ ഇത് മനുവാ. അങ്കിൾ എവിടെയുണ്ട്? വീട്ടിലുണ്ടോ? ആ എടാ, ഞാൻ കൃഷ്ണമോളുടെ സ്കൂളിലാണ്. നീ എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ നിന്ന്. ഞാനിപ്പോൾ അങ്കിളിന്റെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. ആരും എടുത്തില്ല. അലീന ഇല്ലേ അവിടെ? അവൾ എൻ്റെ കൂടെയാണ് മനു. ഞാൻ കൊടുക്കാം. അത്രയും കേട്ടപ്പോഴേക്കും മനുവിന്റെ ഹൃദയം ഒന്ന് തരളമായി. ബാലചന്ദ്ര മേനോൻ ഫോണുമായി അലീനയുടെ അടുത്തേക്ക് വന്നു. അവൾ സ്കൂളിന്റെ മുറ്റത്ത് കാറിനരികിൽ നിൽക്കുകയായിരുന്നു. ദാ നിനക്കൊരു കോളുണ്ട് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഫോണ് അലീനയുടെ നേർക്ക് നീട്ടുമ്പോൾ, എനിക്ക് ഫോണോ? ആരാച്ചാ എന്നെ വിളിക്കുവാൻ? ഇത് ചോദിച്ചുകൊണ്ട് അവൾ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. അപ്പോൾ മറുതലക്കിൽ നിന്നും മനുശങ്കറിന്റെ ശബ്ദം, ഹലോ, ഇത് ഒരു വഴിപോക്കനാണ്. അലീനയുടെ മുഖത്ത് പെട്ടെന്നുണ്ടായ വർണ്ണഭേദം ബാലചന്ദ്ര മേനോൻ ശ്രദ്ധിച്ചു. അലീനയുടെ കവിളിണകൾ തുടുക്കുന്നു, കണ്ണുകൾ തുടിക്കുന്നു. തുടർന്ന് അലീന പറയുകയാണ്, പരിഭവം എനിക്ക് മനസ്സിലായി മനുവേട്ടാ. ഞാൻ വിളിച്ചില്ല, ഒന്നും അറിയിച്ചില്ല. പിന്നെ വേറെ വല്ലതും ഉണ്ടോ ഇങ്ങോട്ട് പറയാൻ? ഇത് പറഞ്ഞുകൊണ്ട് അലീന പുഞ്ചിരിക്കുകയാണ്. ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നേരിൽ കാണാൻ വരുന്നുണ്ട് ഇന്ന് തന്നെ. ഓ അത് ശരി. എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ ഊണ്, വൈകുന്നേരമാണെങ്കിൽ ചായയും പലഹാരവും. ആ കൊള്ളാം. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും നീ ഉണ്ടാക്കണ്ട. അലീനയുടെ മനസ്സിൽ എനിക്കില്ലാത്ത സ്പെഷ്യാലിറ്റി പെരുമാറ്റത്തിലും സൽക്കാരത്തിലും ഒന്നും വേണ്ട. ഓഹോ, പ്രതിഷേധമാണല്ലോ സ്വരത്തിൽ. ഞാൻ എത്ര തവണ ഏത്തമിടേണ്ടി വരും? ഞാൻ ഫോൺ വെക്കുക. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കാണാം. അലീന ഫോൺ പെട്ടെന്ന് ബാലചന്ദ്ര മേനോന് തിരികെ നൽകി. എന്താ പിണക്കാണോ അവന്? ബാലചന്ദ്ര മേനോൻ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ വിളിക്കാത്തതിൻ്റെ പരിഭവമാണ്. ആഹാ, നീ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? അതിനൊന്നും പറ്റിയ സമയമല്ലായിരുന്നല്ലോ അച്ഛാ. സത്യം പറഞ്ഞാൽ വിളിക്കുന്ന കാര്യം ഞാൻ ഓർത്തതുപോലുമില്ല. നിന്നോടവന് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്ര മേനോൻ അവളുടെ പ്രതികരണം അറിയുവാൻ വേണ്ടി അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അത് കേട്ടിട്ട് അലീന, എനിക്കുമുണ്ടച്ചാ. നല്ലയാളല്ലേ മനുവേട്ടൻ? നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും. ഒരു കണ്ണാടി ചില്ലിനപ്പുറത്ത് കാണുന്നത് പോലെ മനസ്സ് നമുക്ക് കാണാൻ പറ്റും. കള്ളത്തരം ഒന്നുമില്ല. ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകൃതമാണ് മനുവേട്ടൻ്റേത്. അത്രയും കേട്ടപ്പോഴേക്ക് ബാലചന്ദ്ര മേനോൻ ഒന്ന് ചിന്താക്കുഴപ്പത്തിലായി. പെട്ടെന്ന് അയാൾ കാറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, വാ വണ്ടിയിൽ കയറി നമുക്ക് പോകാം. ഇത് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് നീങ്ങുകയാണ്. കാറ് സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിലേക്ക് കടന്നപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും അലീനയോട് പറയുകയാണ്, നിന്നോട് മനുവിനുള്ള ഇഷ്ടം അത് വെറുമൊരു കൗതുകമല്ല കേട്ടോ. ഒരുപാട് സ്നേഹമുണ്ടവന്. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരുപക്ഷെ നിനക്കത് മനസ്സിലായിട്ടില്ലായിരിക്കും. അപ്പോൾ അലീന, എനിക്കറിയാലോ അച്ഛാ. എന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമല്ലേ മനുവേട്ടൻ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ബാലചന്ദ്ര മേനോൻ ആശ്ചര്യത്തോടെ മുഖം വെട്ടിച്ച് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു സങ്കോചവുമില്ലാതെയാണ് അവൾ സംസാരിക്കുന്നത്. ഒളിച്ചു വെക്കുവാൻ അവൾക്കൊന്നുമില്ല. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ആഹാ അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നിട്ട് നീ അവനോട് എന്തു മറുപടി പറഞ്ഞു? അത് നടക്കില്ല എന്ന്. പെട്ടെന്ന് ബാലചന്ദ്ര മേനോൻ അന്തം വിട്ടു. അങ്ങനെ പറഞ്ഞോ നീ? ആ പറഞ്ഞാലെന്താ? അച്ഛനെന്താ ഒരു അതിശയം പോലെ? അല്ല മോളെ, മനുവിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് അത് തള്ളിക്കളഞ്ഞത്? അതോ, അത് ശരിയാവില്ലച്ച. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ ശരിയാവാത്തത്? നമ്മൾ അർഹിക്കുന്നതല്ലേ ആഗ്രഹിക്കാവൂ. മനുവേട്ടൻ്റെ മുൻപിൽ ഞാൻ ആരാണ്? ആ ദൂരമൊക്കെ എനിക്ക് ശരിക്കറിയാം. അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിനക്ക് ദൂരെ കൂടുതൽ തോന്നുന്നത്. ഓ, അച്ഛൻ എന്നെ കളിയാക്കുകയാണല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനൊരു ഓഫർ തള്ളിക്കളയോ മോളെ? എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി തള്ളിക്കളയുക തന്നെ വേണോ അച്ഛാ? നിനക്കവനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അച്ഛാ, അച്ഛൻ പറ, ഞാൻ ആരാണ്? എന്താ എൻ്റെ അഡ്രസ്സ്? ഹ, നീ എൻ്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടൊക്കെ? കൊല്ലപ്പള്ളിക്കാരോട് മാത്രം അല്ലേ? അച്ഛൻ്റെ മക്കളോട് പറഞ്ഞു? ഇല്ല. ഭാര്യയോട് പറഞ്ഞു? ഇല്ല. മറ്റേതെങ്കിലും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അതൊക്കെ പറയണോ? അച്ഛാ, അതൊക്കെ പറഞ്ഞാലും അതൊരു കള്ള അഡ്രസ്സല്ലേ? ഞാൻ അച്ഛൻ്റെ മോളല്ലല്ലോ. അച്ഛൻ്റെ കാരുണ്യം കൊണ്ട് ആ സ്ഥാനം എനിക്ക് അച്ഛൻ തന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥ അഡ്രസ്സ് എൻ്റെ നെറ്റിമേൽ എഴുതി വെച്ചിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് സ്നേഹനികേതനമെന്ന അഭയകേന്ദ്രത്തിൽ വളർന്നു വന്ന അനാഥ പെണ്ണ്. അത് തിരുത്താൻ അച്ഛന് പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? അലീനയുടെ ആ ചോദ്യം മുനയും മൂർച്ചയും ഉള്ളതായിരുന്നു. അതിന് നാനാർത്ഥങ്ങളുണ്ട്. ബാലചന്ദ്രന്റെ നെഞ്ചിൽ തന്നെ അത് ചെന്ന് തറഞ്ഞു. ബാലചന്ദ്രൻ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു, ഞാനത് തിരുത്തും. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മിഴികൾ വിടർന്നു. അച്ഛൻ എങ്ങനെ തിരുത്തുമെന്നായി പറയുന്നേ? മോളെ, ഇനിയും വെളിച്ചത്ത് വരാത്തൊരു അഡ്രസ്സ് നിനക്കുണ്ടല്ലോ, അത് ഞാൻ വെളിപ്പെടുത്താം. അലീന പെട്ടെന്ന്
ബാലചന്ദ്രനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ മോളാണ് എന്ന് പറയാനാണോ? അതെ, ഞാൻ പറയാം. അലീന വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, പക്ഷെ അച്ഛ, അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ തോറ്റുപോകും. സാരമില്ല മോളെ, നീ ജയിക്കാൻ വേണ്ടിയല്ലേ, ഞാൻ തോൽക്കാം. അലീനയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുവാൻ തുടങ്ങി. ബാലചന്ദ്രമേനോൻ കാറുമെല്ലാം സൈഡൊതുക്കി നിർത്തി. അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും അവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു. വേണ്ട വേണ്ടച്ച, അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ബാലചന്ദ്രമേനോനോട് കൈതൊഴുതു പറഞ്ഞു. അങ്ങനെ പറയാൻ അച്ഛന് തോന്നിയല്ലോ, എനിക്ക് ആ മനസ്സ് മതി. അച്ഛൻ തോൽക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനൊപ്പം നിൽക്കുന്നത്. മോളെ, നീ എന്നെ നോക്കണ്ട. ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും ജീവിച്ച് തീർത്തവനാണ് ഞാൻ. നീ പാതി വഴി പോലും എത്തിയിട്ടില്ല. അച്ഛ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അമ്മയുടെ മോളാണെന്ന സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുണ്ടാവുമോ? എനിക്കറിയാം, ഒരിക്കലും ഉണ്ടാവില്ല. ഞാനും അമ്മയും ഒന്നിക്കുമ്പോൾ അച്ഛൻ ഒരു അന്യനെ പോലെ മാറി നിൽക്കും. ഇപ്പോൾ ഞാൻ അച്ഛൻ താഴിട്ട് പൂട്ടി താക്കോൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അച്ഛൻ്റെ സ്വകാര്യ സ്വത്താണ്. സ്വന്തം ഭാര്യയുടെ രഹസ്യപുത്രിയാണെന്നറിഞ്ഞിട്ടും ഞാൻ ഇവളെ വെറുക്കുന്നതിന് പകരം സ്നേഹിക്കുകയാണല്ലോ എന്ന അഭിമാനമാണ് അച്ഛനിപ്പോൾ. ഇവളുടെ അച്ഛൻ ഞാനല്ലെങ്കിലും ഇവൾ അച്ഛനായിട്ട് കരുതി സ്നേഹിക്കുന്നത് എന്നെയാണല്ലോ എന്ന സന്തോഷമാണ് അച്ഛന്. എപ്പോൾ വേണമെങ്കിലും എല്ലാവരെയും തോൽപ്പിക്കുവാനുള്ള ആയുധം അച്ഛൻ്റെ കൈവശമുണ്ട് എന്നുള്ള സ്വകാര്യമായ ഒരു അഹങ്കാരം പോലുമല്ലേ ഞാൻ. ബാലചന്ദ്രമേനോൻ അത് കേട്ടുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഏതാനും നിമിഷം മൗനമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ് മോളെ. പക്ഷെ നീ ഇങ്ങനെ ആരും അറിയാതെ എരിഞ്ഞു തീരേണ്ടവളല്ലല്ലോ. നിനക്ക് നീതി കിട്ടണ്ടേ? നിനക്ക് അർഹമായ സ്ഥാനവും പദവിയും കിട്ടണ്ടേ? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണോ നിന്റെ ജീവിതം? എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കോട്ടച്ച, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ വെളിപ്പെടുത്തിയിട്ട് അച്ഛൻ അമ്മയോട് ജയിക്കാൻ കഴിഞ്ഞേക്കും, പിന്നെ കൊല്ലപ്പള്ളിക്കാരുടെ മുൻപിലും. പക്ഷേ മറ്റാൾക്കാരുടെ മുൻപിലോ? അച്ഛനെ കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ചിരിയുടെ അർത്ഥം എനിക്കറിയാം. വേണ്ടച്ച, അച്ഛൻ ആരുടെയും മുൻപിൽ തല കുനിക്കണ്ട, തോൽക്കുകയും വേണ്ട. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ വീണ്ടും അലീനയോട് ചോദിക്കുകയാണ്, പക്ഷെ മോളെ, എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും അറിയണ്ടേ ഈ സത്യങ്ങളൊക്കെ? അത് കേട്ടിട്ട് അലീന അല്പസമയം മൗനമായിരുന്നു. തുടർന്ന് വീണ്ടും ഒരു നനഞ്ഞ നെടുവീർപ്പോടുകൂടി അവൾ പറയുകയാണ്, വേണ്ടച്ച, ആരും അറിയണ്ട. ഇതിനിടയിൽ ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചു പോയാൽ മാത്രം അച്ഛൻ അമ്മയോടൊന്ന് പറഞ്ഞേക്കണം, ഈ കിടക്കുന്നത് നിന്റെ മകളായിരുന്നുവെന്ന്. കുഴിയിലേക്ക് വെക്കുന്നതിന് മുൻപ് സ്വന്തം മോളെ ഒന്ന് തിരിഞ്ഞു കാണാനും ആദ്യമായിട്ടും അവസാനമായിട്ടും അവൾക്കൊരു ഉമ്മ കൊടുക്കുവാനും പറ്റിയില്ലല്ലോ എന്നോർത്ത് അമ്മ അച്ഛനെ കുറ്റം പറയരുത്, അത്രയും മാത്രം മതി. അലീനയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ വീണ്ടും വല്ലാതെയായി. നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്? നീ എങ്ങനെയാ പെട്ടെന്ന് മരിച്ചു പോകുന്നത്? നീ എന്താ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുക? എത്രയോ ചെറുപ്പക്കാർ ഓരോ ദിവസവും മരിച്ചു പോകുന്നുണ്ടച്ച, ഓരോരോ അപകടങ്ങളിൽപ്പെട്ടും മാറാവ്യാധി പിടിപെട്ടും അങ്ങനെയൊക്കെ. ചുമ്മാ വേണ്ടാത്ത വർത്തമാനമൊന്നും പറയല്ലേ മോളെ. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ തൂവാലയെടുത്ത് അവളുടെ നനഞ്ഞ കണ്ണുകൾ ഒപ്പി അവളുടെ ശിരസ് പിടിച്ച് തൻ്റെ ചുമലിലേക്ക് ചായച്ചു വെച്ച് അല്പനേരം അങ്ങനെ ഇരുന്നു. തുടർന്ന് ബാലചന്ദ്രമേനോൻ വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.